ഇറാൻ US സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ട്രംപ് പലകുറി തന്നെ ഭീഷണി മുഴക്കിയെങ്കിൽ പോലും ഇതുവരെയും ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഖൊമേനി ആകട്ടെ ഇപ്പോൾ ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. അതായത് US വെന്ത് ചാമ്പലാകാൻ പാകത്തിന് തങ്ങളുടെ കയ്യിൽ ഒരു വജ്രായുധമുണ്ട് എന്നത് തന്നെയാണ് ഖൊമേനി വ്യക്തമാക്കുന്നത്. US കപ്പലുകളെ കടലിൽ മുക്കുമെന്ന ഖൊമേനിയുടെ വാക്കിന് പിന്നിൽ എന്തെന്ന ചോദ്യം ബാക്കി നിൽക്കവെയാണിപ്പോൾ ഇറാനും US തമ്മിൽ രണ്ട് പ്രധാന കൂടിക്കാഴ്ചകൾ നടന്നത്. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾ നടന്നെങ്കിൽ പോലും വ്യക്തമായ ഒരു ഫലം ഉണ്ടായില്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം മിഡിൽ ഈസ്റ്റിൽ US തങ്ങളുടെ സൈനിക ശേഷി അതിവേഗം തന്നെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. US യുദ്ധക്കപ്പലുകളായ USS എബ്രഹാം ലിങ്കണും USS ജെറാൾഡ് ആർ ഫോർട്ടും എല്ലാം തന്നെ ഇറാന് സമീപം വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പോലും ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി ആകട്ടെ ട്രംപിനെതിരെ വലിയ രീതിയിൽ ആവർത്തിച്ചുള്ള തുറന്ന ഭീഷണികൾ തന്നെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ കഴിവുള്ള ആയുധങ്ങൾ ഇറാന്റെ കൈവശമുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ ഖൊമേനി എടുത്ത് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അവിടെ വിമാനവാഹിനി കപ്പലിനെ അപകടകരമായ ഒരു യന്ത്രമായിട്ട് തന്നെ അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. കടലിന്റെ ആഴത്തിലേക്കുള്ള ആ ഒരു അയക്കലാകട്ടെ അത്തരത്തിൽ ആഴം അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ തകർത്ത് തരിപ്പണമാക്കാൻ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളെ അവിടെ അപകടത്തിലാക്കാൻ തക്കതായുള്ള ആയുധമാണ് തങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്നതാണ് ഖൊമേനി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഖൊമേനി ആകട്ടെ ഒരു പ്രത്യേക ആയുധത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും പകരം അതൊരു പ്രതീകാത്മകമായ സന്ദേശമായിട്ട് തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇറാന്റെ സമുദ്ര സാന്നിധ്യത്തെയും അതിൻ്റെ ആ ഒരു പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു തന്ത്രപ്രധാന കാര്യങ്ങളെല്ലാം ഊന്നിക്കൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമോസ് കടലിടുക്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അമേരിക്കയ്ക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏതൊരു ആയുധത്തെയും അത് തങ്ങളുടെ കൈവശം തന്നെ ഉണ്ട് എന്ന് US മനസ്സിലാക്കണം എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാന്റെ സൈനിക പ്രാധാന്യവും ഫത്ത ക്ലാസ് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇവിടെ ഖമേനി ഉപയോഗിക്കാൻ പോകുന്നതെന്ന് ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 2023 ജൂണിൽ അവതരിപ്പിച്ച ഫത്ത 1 ഏകദേശം 1400 കിലോമീറ്റർ ദൂരപരിധിയും മാക് 13 മുതൽ 15 വരെ വേഗതയുമുണ്ട് എന്നതാണ് ഇതിന്റെ സവിശേഷത. കൂടാതെ തന്നെ 2023 നവംബറിൽ അവതരിപ്പിച്ച ഫത്ത 2 മിസൈലുകളാകട്ടെ അതിൽ ഹൈപ്പർസോണിക് ലൈഡ് വെഹിക്കിൾ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നു. ഇത് പറക്കുമ്പോൾ ദിശ മാറ്റാൻ കഴിയുന്നതും മറ്റ് തടസ്സങ്ങളെ വലിയ ബുദ്ധിമുട്ടുകളോട് കൂടി തന്നെ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. ഇതിന് പുറമെ തന്നെ ഇറാന്റെ കൈവശം 1000 മുതൽ 1200 വരെ ദൂരപരിധി അല്ലെങ്കിൽ അത്രയും വേഗത്തിലാക്കാൻ കഴിവുള്ള മിസൈലുകളുണ്ട് എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അവയിൽ നൂർ അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ വലിയ അതിശയകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നവയുമാണ്. എന്നിരുന്നാൽ പോലും ശക്തമായ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ ഉള്ളതിനാൽ തന്നെ ഈ മിസൈലുകളാകട്ടെ US വിമാനവാഹിനി കപ്പലുകൾക്ക് എത്രത്തോളം നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാകാത്തത്. ഇതിനു പുറമെ തന്നെ ഇറാന്റെ കൈവശം അവിടെ ലാൻഡ് മൈനുകൾ ടോർപിഡോകൾ എല്ലാം തന്നെ ഇതിൽ വിന്യസിപ്പിച്ചതായി തന്നെ അല്ലെങ്കിൽ ഗണ്യമായൊരു ശേഖരമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.